നമസ്കാരം. അവനവനിലേക്ക് തന്നെ മടങ്ങുക. ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് പറയുകയാണ്. അനുഭവ ബാഹുല്യം അല്ലെങ്കിൽ അനുഭവം കൊണ്ട് പറയുകയാണ്. നമ്മൾ ഒരു ലെവലിലെത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻസ് ഒന്നും കുടുംബത്തിലും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ആ സമയം നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയും നമുക്ക് തൃപ്തി തരുന്നത് എന്താണോ അതിലേക്ക് മടങ്ങുകയും ചെയ്യുക. ഇല്ലാതെ വിഷമിച്ചിരുന്ന ഡിപ്രഷനിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. പലരും നിങ്ങൾക്കെതിരായിട്ട് മുഖം തിരിക്കും. ഈവൻ നിങ്ങളുടെ സ്വന്തം പാർട്ട്ണറോ അല്ലെങ്കിൽ കുട്ടികളോ അവരവരുടെ ലോകത്തായിരിക്കും. അവർ തിരക്കേറിയ ലോകത്തായിരിക്കും. അവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ എനർജി പോവും, അതുപോലെ നമ്മുടെ ഹെൽത്ത് പോവും. ഈ പ്രായത്തിലാണ് നിങ്ങൾ മാക്സിമം എക്സസൈസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ മുട്ടിന് താഴെ ബാക്കിലുള്ള കാഫ് മസിൽസ്, അതാണ് പെരിഫറൽ ഹാർട്ട് എന്ന് പറയുന്നത്. ആ പെരിഫറൽ ഹാർട്ടിൻ്റെ എത്രത്തോളം ഫങ്ഷൻ ചെയ്യുന്നോ, സോളിയസ് മസിൽ എത്രത്തോളം ഫങ്ഷൻ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ഹാർട്ടിൻ്റെ വളരെ ഇതുള്ള ഭാരം കുറഞ്ഞു കിട്ടും. അതിൻ്റെ പമ്പിങ് ആക്ഷൻ അത്രത്തോളം നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 45 മുതലേ തുടങ്ങാം. പിന്നെ അങ്ങോട്ട് 60, 70 അങ്ങനെയൊക്കെയുള്ള വയസ്സുകളിൽ വരുമ്പോൾ നമ്മൾ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ബാലൻസ് തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ബാലൻസ് കിട്ടാനുള്ള എക്സസൈസുകൾ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള എന്താണോ, ക്രിക്കറ്റ് കളിക്കാനാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക. അതിന് ആരും ചോദിക്കാനില്ല. വയസ്സായപ്പോയെന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ ക്രിക്കറ്റ് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും പറയില്ല അമ്മൂമ്മ ക്രിക്കറ്റ് കളിക്കുന്നെന്ന്. ഇഷ്ടമുള്ള ഗ്രൂപ്പുകളിൽ പോയി ക്രിക്കറ്റ് കളിക്കൂ, അല്ലെങ്കിൽ ഗോൾഫ് കളിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കൂ. ഇഷ്ടമുള്ള കളികളിൽ നിങ്ങൾ ഏർപ്പെടും. ഫിസിക്കലായിട്ടുള്ള കളികളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മെൻ്റൽ ടെൻഷൻ വളരെയധികം മാറും. പിന്നെ ബുക്സ് വായിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലും നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടണം. വല്ലാത്ത മെൻറ്റാലിറ്റിയുമായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബുക്കുകൾ വായിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നല്ല സമയത്ത് ബുക്കുകൾ വായിക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക, പാട്ട് പാടുക. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് പാട്ട് പാടി ഇടാമെന്നുള്ളതേ ഉള്ളൂ. ആരും ഇപ്പോൾ ശബ്ദത്തിനെ പറ്റി, നമ്മളൊരു വീഡിയോ കാണാറില്ലേ, ഒരു ലേഡി നൈറ്റിയും ഇട്ടിട്ട് സുന്ദരമായിട്ട് പാട്ട് പാടുന്നത്. അവരവരുടെ സൗന്ദര്യത്തെയോ നൈറ്റിയോ അല്ല നോക്കുന്നത്. അവർക്ക് ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉണ്ട്. എന്താണ്? അവരുടെ പാട്ടിനെ, അവരുടെ ആ ഒരു ധൈര്യത്തെ, അതിനെയാണ് അഭിനന്ദിക്കേണ്ടത്. ഇല്ലാതെ വയസ്സായിപ്പോയി, അയ്യോ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ മസിലും വീക്കാവും, നിങ്ങൾ വീക്കാവും. ആവശ്യമില്ലാത്ത ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ നിങ്ങളെ ബാധിക്കും. ഈവൻ വലിയ വലിയ അസുഖങ്ങൾ വരെ നിങ്ങളെ ബാധിക്കും. നിങ്ങളിന്നും ചെറുപ്പമാണ്. ഇപ്പോൾ 61 ആയാൽ 16 വിചാരിക്കുക, 71 ആയാൽ 17 വിചാരിക്കുക, 50 ആണെങ്കിൽ 25 ഉള്ളൂ എനിക്ക് പ്രായമെന്ന് വിചാരിക്കുക. നല്ല കൂട്ടുകാരെ കണ്ടെത്തുക. ആ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് പ്രായവ്യത്യാസമൊന്നുമില്ല. ചെറുപ്പക്കാരും വയസ്സായവരും എല്ലാവരും കൂട്ടാവുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ അതേ വൈബിൽ വരുന്ന കൂട്ടുകാരെ സ്വീകരിക്കാൻ പാടുള്ളൂ. അവർ നമ്മളെ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്ക് ഈ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒത്തിരി അവസരങ്ങളുണ്ട്. അതുപോലെ യാത്രകൾ, സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള യാത്രാ ഗ്രൂപ്പുകളുണ്ട്, അല്ലാതെ തന്നെയും യാത്രാ ഗ്രൂപ്പുകളുണ്ട്. നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ആണെങ്കിൽ ആ വഴി പോവുക. അല്ലാതെ നിങ്ങൾ എക്സ്പ്ലോറേഷനാണ് നിങ്ങളുടെ രീതിയെങ്കിൽ നിങ്ങൾ രാജ്യങ്ങളും മറ്റ് സ്ഥലങ്ങളും കാണാൻ പോവുക. ഇതൊക്കെ തുടരണം കേട്ടോ. ഇല്ലെങ്കിൽ അവസാനം നമ്മൾ ഡിപ്രഷന് മരുന്ന് കഴിച്ച് ഇല്ലാതാവും.